ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മറഞ്ഞുകിടക്കുന്ന ആ സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ ഇനി ഞങ്ങളുണ്ട്. വെൽക്കം ടു ഫാൻസി ന്യൂസ്. കുപ്രസിദ്ധ ചന്ദന കള്ളക്കടത്തുകാരൻ പുഷ്പരാജിനെ പിടിക്കാൻ കഴിയാതെ പോലീസ്. വെറും ചന്ദനമല്ല, മാർക്കറ്റിൽ ഹൈ ഡിമാൻഡുള്ള, അതിനനുസരിച്ച് നല്ല വിലയുമുള്ള രക്തചന്ദനമാണ് ഇയാൾ കടത്തുന്നത്. ഒരു കാലത്ത് വെറും കൂലിക്കാരനായിരുന്ന ഈ പുഷ്പരാജ് ഇന്ന് ആ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഭരിക്കുന്നു. ഈ വളർച്ചയിൽ ഒരുപാട് കൊലപാതകങ്ങളും അയാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. മുമ്പ് ഒരുപാട് തവണ പുഷ്പ പോലീസ് പിടിയിലായിട്ടുണ്ടെങ്കിലും അന്നെല്ലാം അയാൾ പുഷ്പം പോലെ ഇറങ്ങി പോരുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ പോലീസുകാരൊക്കെ തന്നെയാണ് അയാൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത്. എന്തായാലും ഈ പുഷ്പരാജിനെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അയാളുടെ പുറകെ ഇനി ഞങ്ങളുണ്ട്. എല്ലാം അറിയും പുഷ്പയ്ക്കോ ചില കാര്യങ്ങൾ അറിയില്ല. എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക് എന്നാൽ ചിലതോ ഇല്ല. ഇപ്പോൾ പുഷ്പയുടെ നാട്ടിൽ നിന്നും രമേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഹലോ രമേശ്, കേൾക്കാമോ? നിങ്ങൾ അവിടെ എത്തിയോ? അതെ സുരേഷ്, ഞങ്ങളിവിടെ നേരത്തെ തന്നെ എത്തി. ശേഷം ബിസ്മില്ല ഹോട്ടലിൽ നിന്നും പുട്ടും കടലയും കഴിച്ച് പുഷ്പയെ പറ്റിയുള്ള വിവരങ്ങളും ശേഖരിച്ചു. എന്നിട്ട് എന്താണ് എക്സ്ക്ലൂസീവായിട്ട് അവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ? സുരേഷ്, ഞെട്ടിക്കുന്നൊരു കാര്യം എന്തെന്നാൽ ഈ പുഷ്പ കള്ളക്കടത്തുകാരനും കൊലപാതകയുമായ ഈ പുഷ്പ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയാണ്. മൈ ഗോഡ്. ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു ദൈവത്തെ കൂട്ടുപിടിച്ച് ഇത്രയും നീചമായ കാര്യങ്ങൾ ചെയ്യാൻ? അതെ. എന്നിട്ട് പുഷ്പയെ പൂട്ടാൻ പറ്റിയ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതെ സുരേഷ്, നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. എന്താണത്? ഇന്ന് കൃത്യം അരമണിക്കൂറിനുള്ളിൽ പുഷ്പയുടെ ഒരു ബിസിനസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായി. എങ്കിൽ എന്തിനു സമയം കളയുന്നു? ചെല്ലൂ, വേഗം അങ്ങോട്ടേക്ക് ചെല്ലൂ. അതെ, ഇന്ന് നമ്മൾ പുഷ്പയെ തെളിവ് സഹിതം പിടിക്കാൻ പോകുന്നു. നമ്മളുടെ ചാനലിലെ കർത്തവ്യനിര്യാതനായ രമേശ് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പുഷ്പ ഇനി അഴികൾക്കുള്ളിൽ. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. പുഷ്പ 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 പുഷ്പ. കുങ്കുമവും ചന്ദനവും ഒത്തുചേർന്ന പുഷ്പ ചർമ്മത്തിന് അഴകേകും. പുഷ്പ രക്തചന്ദന സോപ്പ് ഇപ്പോൾ വെറും 15 രൂപയ്ക്ക്. കുളിക്കൂ കുളിക്കൂ, കുളിച്ചുകൊണ്ടേയിരിക്കൂ. മടങ്ങിയെത്താം ഫാൻസി ന്യൂസിലേക്ക്. രമേശ്, എന്തായി കാര്യങ്ങൾ? സുരേഷ്, പുഷ്പ ഒരുപാട് പാർട്ടികൾ നടത്തുന്നയാളാണെന്ന് തോന്നുന്നു. ആയിരിക്കും, പുള്ളി പൈസ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞങ്ങളിപ്പോൾ ഒരു ഡാൻസ് പാർട്ടി നടക്കുന്ന ക്ലബിലാണ്. ഐ സി. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും പുഷ്പയുടെ ഡീലിങ്സുകൾ. നിങ്ങൾ എന്തായാലും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അവിടെ ഒന്ന് അരിച്ചു പറക്കൂ. എന്നിട്ട് രമേശ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരാൻ പോകുന്നു സാക്ഷാൽ പുഷ്പരാജ്. ഹലോ പുഷ്പ. പുഷ്പരാജ്. എന്താ പുഷ്പ, കേൾക്കുന്നില്ലേ? എന്തായിരുന്നു? സി മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പ്രകൃതിക്ക് വേണ്ടി നമ്മൾ സംരക്ഷിക്കേണ്ട രക്തചന്ദനം മുറിച്ചു കടത്തുക, അതിനുവേണ്ടി എത്രയോ ആളുകളെ കൊന്നുകളയുക. എന്താ പുഷ്പ, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ പേരെന്തുവാ? സുരേഷ്. സുരേഷ് ബാബു. വേണ്ടേ? നിർത്തണം, എല്ലാത്തെയും നിർത്തണം. ഞാൻ മര്യാദക്കാരനാണ്. അബ്സല്യൂട്ട്ലി. ഇത് പുഷ്പയാടാ, പുഷ്പരാജ്. അങ്ങനെ താഴത്തില്ലടാ. നിയമത്തോടുള്ള വെല്ലുവിളിയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എന്തായാലും പുഷ്പയ്ക്കിനി രക്ഷയില്ല. അയാളെ തെളിവ് സഹിതം പിടിക്കാനായി നമ്മുടെ രമേശ് അയാളുടെ മടയിൽ തന്നെ കാത്തിരിപ്പുണ്ട്. രമേശ്, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? രമേശ്, കേൾക്കുന്നില്ലേ? രമേശ്. 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 ഹലോ സുരേഷ്. രമേശ്, എന്താണിത്? ഇവിടെ ഇപ്പോൾ പുഷ്പയുടെ പാർട്ടിയാണ് സുരേഷ്. നിങ്ങൾ പാർട്ടിയുടെ കാര്യം വിടൂ. ആ പാർട്ടിയുടെ മറവിൽ എന്ത് കച്ചവടമാണ് അവിടെ നടക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടക്കുന്നത്? സുരേഷ്, ഇവിടെ ഇപ്പോൾ സിനിമാ നടി സാമന്തയുടെ ഡാൻസാണ് നടക്കുന്നത്. എന്താണിത് രമേശ്? സാമന്തയുടെ ഡാൻസ് കാണാനാണോ നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? പക്ഷേ ഡാൻസ് കൊള്ളാം സുരേഷ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ രമേശ്. ക്യാമറമാൻ സുജിത് വാസുദേവിനൊപ്പം രമേശ്.
എന്തായാലും ഇനി അങ്ങോട്ട് പുഷ്പയ്ക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. കാരണം എന്നു മുതൽ ഞങ്ങൾ അയാളുടെ പുറകെ കൂടിയോ അന്നു മുതൽ പുഷ്പ നിയമത്തിൻ്റെ കുരുക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുരുക്കിലേക്ക് പ്രകൃതി ദുരുപയോഗകാരി പുഷ്പയെ കൊണ്ട് എത്തിക്കുന്നത് വരെ എനിക്കും എൻ്റെ ചാനലിനും വിശ്രമമില്ലെന്ന് ഞാനിന്നിവിടെ പ്രഖ്യാപിക്കുന്നു. എല്ലാം അറിയും പുഷ്പയ്ക്കോ ചില കാര്യങ്ങൾ അറിയില്ല. എല്ലാമുണ്ടേ പുഷ്പയ്ക്ക് എന്നാ ചിലതോ ഇല്ലില്ല.